ആരോപണം അത് ചർച്ചയായി മാറുന്നു. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നു. എന്നാൽ MLA സ്ഥാനം ഒഴിയേണ്ടതില്ല എന്ന നിലപാടെടുത്ത് കോൺഗ്രസ് ഒരു കോട്ട പോലെ രാഹുലിന് ചുറ്റും കരുത്തായി മാറുന്നതാണോ രണ്ടാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത്? എങ്ങനെയാണ് CPIM-ന്റെ സർക്കാരിന്റെ നിലപാട്? ഉറപ്പായും സുജിയ, AICC നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ സമയങ്ങളിലെ അപ്ഡേഷൻ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ നേരത്തെ സുജിയ പറഞ്ഞതുപോലെ രാജിവെക്കണമോ എന്ന കാര്യം കോൺഗ്രസ് തീരുമാനിക്കണം എന്ന് പറഞ്ഞ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് മറ്റൊരു തലത്തിൽ വ്യക്തമായി പറയുന്നു MLA സ്ഥാനം രാജിവെക്കണം എന്ന്. അതിന് പിന്നാലെ പ്രാദേശികമായി പല ബ്രാഞ്ച് കമ്മിറ്റികളുടെയും ലോക്കൽ കമ്മിറ്റികളുടെയും എല്ലാം നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം മുതൽ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പോസ്റ്ററുകൾ വരികയാണ് എങ്ങും. അതായത് രാഹുൽ മാങ്കൂട്ടം MLA രാജിവെക്കണം എന്ന ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിഷേധത്തിലേക്ക് CPIM കടക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇന്നലെ മുതൽ തന്നെ DYFI പരസ്യമായ പ്രതിഷേധം തുടങ്ങിയിരുന്നു. MLA രാജിവെച്ചിരുന്നില്ലെങ്കിൽ പൊതുപരിപാടിയിലടക്കം തടയുമെന്ന നിലപാടായിരുന്നു പാലക്കാട്ടെ DYFIക്കാർ മുന്നോട്ട് വെച്ചത്. SFIയും അതേ നിലപാടിൽ തന്നെയായിരുന്നു. ആരോപണം ഉന്നയിച്ച ദിവസം രാത്രി ആദ്യമായി പേര് വെളിപ്പെടുത്തി പ്രതിഷേധം നടത്തിയത് പാലക്കാട്ടെ BJP പ്രവർത്തകരായിരുന്നു. യുവമോർച്ച പ്രവർത്തകരും ഒട്ടും പിന്നോട്ടല്ല. ഇന്നിപ്പോൾ CPIയുടെ യുവജന സംഘടനയായ RYFും ശക്തമായ AIYFും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യം ഉയരുകയാണ്. അവർ പറയുന്ന പോയിന്റ്, ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് പാർട്ടിയുടെ ചുമതലയാണ്, അതവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ ജനങ്ങൾ തിരഞ്ഞെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ ഉറപ്പായും MLA സ്ഥാനത്ത് നിന്ന് നീക്കണം, രാജിവെപ്പിക്കണം എന്നുള്ളതാണ് DYFI, CPIM, BJP തുടങ്ങിയ സംഘടനകളെല്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. ആ രീതിയിൽ ഒരു വലിയ പ്രതിഷേധം ഇനി വരും ദിവസങ്ങളിൽ കാണാം. പ്രത്യേകിച്ച് അതിൽ വലിയ നേട്ടമുണ്ടാകുന്നത് CPIM-നാണ്. സർക്കാർ വലിയ തിരിച്ചടികളും വലിയ പ്രതിഷേധങ്ങളും വലിയ വിമർശനങ്ങളും നേരിടുന്ന ഘട്ടത്തിൽ എതിർ പാർട്ടിയിലെ ഒരു യുവ MLA-ക്കെതിരായി കിട്ടിയ ആരോപണങ്ങൾ വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് സുജിയ, പ്രത്യേകിച്ച് CPIM. ഓക്കെ പ്രസാദ്, നമുക്കപ്പോൾ ഇതിന്റെ CPIM ഈ രാജിക്കായി രംഗത്ത് വരുന്ന സാഹചര്യം അത് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. സജോ ദേവസ്യ, ഗുഡ് ഈവനിംഗ്. MV ഗോവിന്ദ മാസ്റ്റർ CPIM സംസ്ഥാന സെക്രട്ടറി ഇന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുകയല്ലേ? DYFIയുടെ മാത്രം പ്രതിഷേധമാണ് ഇന്നലെ നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടതെങ്കിൽ ഇന്ന് വിഷയം CPIM ഏറ്റെടുക്കുകയല്ലേ? സുജയ, ഉറപ്പായും അങ്ങനെ തന്നെയാണ്. അതായത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നാണ് നേരത്തെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതെങ്കിൽ ഇന്ന് കാര്യങ്ങൾ മറ്റൊരു വിധത്തിൽ, അതായത് പതിവ് രീതിയിൽ അല്ലെങ്കിലും രാജി ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. അതിലും CPIM കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് കാണുന്നുണ്ട്. അതായത് നിലവിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ആരോപണമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നേരിടുന്നത്, പകരം വലിയ തോതിലുള്ള ആരോപണങ്ങളുടെ ശരവർഷം തന്നെ അദ്ദേഹം നേരിടുന്നുണ്ട്. അത് തന്നെ കോട്ട് ചെയ്തുകൊണ്ട് CPIM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ആരോപണങ്ങൾ മാത്രമല്ല, തെളിവുകളുടെ പെരുമഴ തന്നെ ഒരു MLA-ക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ മുൻപില്ലാത്ത വിധം നേരിടേണ്ടി വരുന്നു. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, അങ്ങനെ അനേകം ആരോപണങ്ങൾ, പരാതികൾ, തെളിവുകൾ, അതിന്റെ വിശദാംശങ്ങളൊക്കെ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ തന്നെ അഭിപ്രായമായി അത് രൂപപ്പെടുന്നുണ്ട്. MLA പദവിയിൽ തുടരാൻ അവകാശമില്ല, കേരളത്തിന്റെ പൊതുനിലപാട് രൂപപ്പെടുന്നു, അദ്ദേഹം രാജിവെക്കണം എന്ന നിലയ്ക്ക് അതിനെ CPIM-ന്റെ ഒരു രാജി ആവശ്യം എന്നതിനപ്പുറത്തേക്ക് മുന്നോട്ട് വെക്കുക, അങ്ങനെ ക്രമേണ അതിനെ വലിയ പ്രതിഷേധമായും ഒക്കെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം ഉറപ്പായും CPIM-നുണ്ട്. അതിനെ രാഷ്ട്രീയമായി വളരെ പെട്ടെന്ന് രാഷ്ട്രീയമായ ഒരു ആവശ്യം എന്നതിനേക്ക് അപ്പുറത്തേക്ക് കേരളീയ പൊതുസമൂഹത്തിന്റെ പൊതുവായ ആവശ്യവും പൊതുവായി അദ്ദേഹം നേരിടുന്ന ഈ കാര്യങ്ങൾ, ഈ ആരോപണങ്ങൾ, ഇത്തരം പരാതികൾ, അതിനെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ ആവശ്യം എന്നതിൽ കവിഞ്ഞ് അത് കേരളത്തിന്റെ ഒരു പൊതു ആവശ്യം എന്ന് പ്രസന്റ് ചെയ്യുക വഴി കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുക തന്നെയാണ് CPIM ലക്ഷ്യമിടുന്നത്. ഇനി തുടർന്ന് അങ്ങോട്ടേക്ക് കൂടുതൽ കടുത്ത ശക്തമായ ആവശ്യം ഉന്നയിക്കുകയും പ്രക്ഷോഭങ്ങളിലേക്ക് പോവുകയും പ്രതിഷേധവും രാഷ്ട്രീയ വിമർശനവും കോൺഗ്രസ് നേതൃത്വത്തിന് നേരെ, പ്രതിപക്ഷ നേതാവിന് നേരെ, ഷാഫി പറമ്പിൽ MPക്ക് നേരെ ഒക്കെ ഉയർത്താനാണ് CPIM ലക്ഷ്യമിടുന്നത് എന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ കാര്യങ്ങൾ വ്യക്തമാണ്. അതായത് ഒരു രാഷ്ട്രീയ ആവശ്യത്തിലും അപ്പുറമാണ് കാര്യങ്ങൾ എന്ന നിലപാട് പറയുക വഴിയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കണം എന്ന ആവശ്യം തന്നെ മുന്നോട്ട് വെക്കുന്നു. എന്ന് മാത്രമല്ല, M മുകേഷ് MLA-യുടെ കാര്യമൊക്കെ ഉയർത്തിക്കാട്ടി പ്രതിരോധം ഒരുക്കേണ്ട, ഇതിന് മറ്റൊരു മാനമുണ്ട് എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ്. ഉറപ്പായും രാജി ആവശ്യമെന്ന നിലപാടിലേക്ക് CPIM എത്തിച്ചേർന്നിരിക്കുന്നു. അതിനെ പരമാവധി CPIM-നെ സംബന്ധിച്ചിടത്തോളം
വലിയ രാഷ്ട്രീയ ആയുധമായി മാറിയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അതിനെ മറ്റൊരു തലത്തിൽ കുറച്ചുകൂടി മറ്റൊരു ക്യാൻവാസിലേക്ക് മാറ്റി അവർ രാജി ആവശ്യം മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധ പരിപാടികൾ എന്തായാലും ഇപ്പോൾ ഈ പ്രതിഷേധം ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. അതുപോലെ തന്നെ നമ്മൾ മറുഭാഗത്ത് ഒരു സമ്മർദ്ദമാണോ അതോ തന്ത്രമാണോ നടക്കുന്നത് എന്ന് അനുമാനിക്കേണ്ട ഒരു സാഹചര്യം ഇങ്ങനെ രൂപപ്പെട്ട് വരുന്നതേയുള്ളൂ. ഇനിയിപ്പോൾ ആരാകും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, അതാണ് അറിയേണ്ടത്.